ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീകലയും ഉദയഭാനും കൂടെ നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഉദയഭാനു നല്ല പോലെ പേടിക്കുകയാണ്. കാരണം അയാളൊരു കള്ളനാണല്ലോ. പക്ഷേ ശ്രീകല പറയുന്നുണ്ട്, മനുഷ്യ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ എന്നെ വേറെ എവിടെയോ വിളിച്ചുകൊണ്ട് പോകുന്നെന്നും പറഞ്ഞിട്ട് നീ എന്തിനാടി എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത്? അയ്യോ, നമ്മുടെ ദേവിക്ക് വേണ്ടിയിട്ടാണ്. ദേവിക്ക് വേണ്ടിയിട്ടോ? അതെ, നമ്മളെ ദേവിക്ക് വേണ്ടിയിട്ട്. ദേവിയുടെ പേരിൽ ആനന്ദ് എന്താ ചെയ്തത്? വക്കീൽ നോട്ടീസ് അയച്ചില്ലേ? നമ്മൾ തിരിച്ച് അവർക്കും ഒരു പണി കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. എന്ത് പണി? ആനന്ദിൻ്റെ പേരിലും ദേവമംഗലത്തെ എല്ലാവരുടെ പേരിലും നമ്മൾ കേസ് കൊടുക്കുന്നു. എന്തും പറഞ്ഞ് നീ കേസ് കൊടുക്കും? ദേവിയെ അവിടുന്ന് ഇറക്കി വിട്ടില്ലേ? ആ പേരും പറഞ്ഞു. എടി, തെറ്റ് ചെയ്തത് നമ്മളും ദേവിയൊക്കെ അല്ലേ? അപ്പോൾ പിന്നെ അവർക്കെതിരെ നമുക്കിങ്ങനെ കേസ് കൊടുക്കാൻ പറ്റും? അതൊക്കെയുണ്ട്. ഗാർഹിക പീഡനം അറിയാമല്ലോ, അങ്ങനെയൊക്കെ ഉള്ള കേസുണ്ട്. അതൊക്കെയാണെങ്കിലേ പരാതി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു കാലം അവരകത്ത് കിടക്കും. എടി, നീ എന്തൊക്കെയായി പറയുന്നത്? അതൊക്കെ നിലനിൽക്കുമെന്നാണോ? വേണമെങ്കിൽ നമുക്ക് അവളെ തല്ലിയെന്നും അടിച്ചുവെന്നും പീഡിപ്പിച്ചുവെന്നും ഒക്കെ പറയാം, അല്ലാതെ വേറെ നിവൃത്തിയില്ല. ശ്രീകലെ, ഇത് അവസാനം കുരുക്കാവും. നമുക്ക് തന്നെ തിരിച്ച് പണിയാവും. എങ്ങനെ പണിയാവണമെന്നാണ് നിങ്ങൾ പറയണത്? അവർ അടങ്ങിയിരിക്കില്ല. അവിടെ ഒന്നും രണ്ടുമല്ല, 3 ആണുങ്ങൾ, ബാലനുൾപ്പെടെ 4 ആണുങ്ങളാണ് ഉള്ളത്. എല്ലാവരും കൂടെ നമ്മളെ ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളൊന്നും പേടിക്കാതിരി മനുഷ്യ. അവരുടെ അടവൊന്നും എൻ്റെ അടുത്ത് എടുക്കില്ല. എൻ്റെ ദേവിയെ ഞാൻ അവിടെ എത്തിക്കും. നമ്മളോടാണ് കളി. പക്ഷേ ഇവിടെ വന്ന് നിന്നും കൊണ്ട് നിങ്ങൾ കള്ളക്കേസ് കൊടുക്കുകയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, പോലീസുകാരുടെ ആരുടെയെങ്കിലും ചെവിയിൽ കേട്ടാൽ അതോടെ എല്ലാം തീരും. ഞാൻ പറയുന്നത് പോലെ എൻ്റെ കൂടെ നിന്നോളണം. അങ്ങനെ അവർ നേരെ അകത്തേക്ക് കയറി ചെല്ലാണ് കേട്ടോ. അയ്യോ ദൈവമേ, രക്ഷിക്കണേ, എൻ്റെ മോളെ രക്ഷിക്കണേ, ആരെങ്കിലും എൻ്റെ മോളെ ഒന്ന് രക്ഷിക്കണേ, എൻ്റെ മുക്ക് വല്ലാത്ത സങ്കടമാണേ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുകയാണ്. പോലീസുകാർ ചോദിക്കണം, നിങ്ങളെന്തിനാ ഇങ്ങനെ കിടന്ന് കരയണേ? കാര്യം പറ. അയ്യോ, എനിക്കൊരു മോളുണ്ട്. ആ മോളെ കല്യാണം കഴിപ്പിച്ച വീട്ടിൽ നിന്ന് അവൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു. അങ്ങനെ അവളെ അവിടുന്ന് ചവിട്ടി പുറത്താക്കി. എൻ്റെ മോക്ക് എങ്ങനെയെങ്കിലും നീതി കിട്ടണം, എന്തെങ്കിലും ന്യായം വാങ്ങിച്ചു കൊടുത്തേ പറ്റുള്ളൂ. നിങ്ങളൊന്ന് അടങ്ങ്. എന്തായാലും CI സാർ വരട്ടെ, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ സംസാരിച്ച് ക്ലിയർ ആക്കിക്കൊള്ളണം. പിന്നെ ഇതിൽ കള്ളത്തരമൊന്നും ഇല്ലല്ലോ? അയ്യോ, ഒരു കള്ളത്തരവും ഇല്ല ദൈവമേ, ഞങ്ങൾ സത്യസന്ധമായിട്ടാണേ പറയണേ, ഞങ്ങളുടെ മോക്ക് വേണ്ടിയിട്ടാണേ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകലങ്ങ അഭിനയിച്ച് തകർക്കാട്ടോ. കുറച്ച് കഴിയുമ്പം ഒരു ലേഡി തന്നെയാണ് CI ആയിട്ട് വരുന്നത്. എന്തായാലും അവർ ചോദിക്കുന്നുണ്ട്, ഇവരെന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ വരുന്നത്? ആരാ ഇത്? അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞോണം, ഇത് ഒരു കേസുമായി വന്നതാണ്. മകള് വീട്ടിൽ പീഡന കേസൊക്കെയാണ് പറയുന്നത്, ഭർത്തൃ വീട്ടിൽ. ഓ, അത് ശരി, നിങ്ങളകത്തേക്ക് വാ, അകത്തിരുന്ന് സംസാരിക്കാം. അങ്ങനെ ശ്രീകലയും ഉദയഭാനുവിനെയും കൂട്ടി അകത്തേക്ക് ചെന്നിരിക്കുകയാണ്. ശരി, എന്താണ് പ്രശ്നം? നിങ്ങൾ കാര്യം പറയും. അത് എൻ്റെ മോളെ കല്യാണം കഴിച്ച് വിട്ടതാണ്. നമ്മൾ നല്ലൊരു ആൾക്കാരാണ്, നല്ല കുടുംബക്കാരാണെന്ന് പറഞ്ഞാൽ കെട്ടിച്ച് വിട്ടത്. ഇപ്പോൾ അവർക്ക് സ്ത്രീധനം വേണമെന്ന്, ഒരുപാട് പണം വേണമെന്നൊക്കെയാണ് പറയുന്നത്. കൊടുത്തതൊന്നും പോരാഞ്ഞിട്ട് അവളെ അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടോ ഇപ്പോൾ ചവിട്ടി പുറത്താക്കിയും കൂടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തോ? അതിന് പ്രത്യേകിച്ച് എന്താ കാര്യം? നിങ്ങൾ അല്ല, അത് വേറെ കാര്യമൊന്നുമില്ല. അവർക്കിപ്പം മടുത്തു. ഇവളെ അടിച്ച് കളഞ്ഞിട്ട് കുറച്ചും കൂടെ പണമുള്ള ആരെങ്കിലും കല്യാണം കഴിപ്പിക്കാനാണ് നോക്കുന്നത് അവനെ കൊണ്ട്. ഓ, അത് ശരി. അപ്പോൾ നിങ്ങളുടെ മോളിപ്പോൾ എവിടെയാ? അവളെ എൻ്റെ വീട്ടിലാണ് വന്ന് നിൽക്കുന്നത്. അവൾക്ക് അവിടെ ഒരു സൗകര്യവും ഇല്ല. അവൾ ജീവന് പോലും ആപത്താണ്. അതുകൊണ്ടാണ് വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചേക്കാണ്. ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ കൊണ്ട് വേറെ പണക്കാരിയെ കല്യാണം കഴിപ്പിക്കാമല്ലോ. അത് ശരി. അതിപ്പം നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞത്? അല്ല, അത് ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു സ്വഭാവ രീതികൾ. അത് വെച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഓ, അങ്ങനെയാണല്ലേ. അപ്പോൾ ഈ പറയണ ദേവി എന്ന് പറയണ മോള് എന്തേ കൂടെ വന്നില്ലല്ലോ? അല്ല, അവൾക്ക് മനസ്സ് തകർന്നു പോയി, ഭയങ്കര സങ്കടത്തിലാണ് അവൾ. അതുകൊണ്ട് വീട്ടിലിരിക്കണം. അവൾക്ക് വരാനൊന്നും തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എൻ്റെ മോളെ രക്ഷിക്കണം, അല്ലാതെ പറ്റില്ല. തിരിച്ചവിടെ എൻ്റെ മോക്ക് ഭാവിയുള്ളതാണ്, അവിടെ തന്നെ പോകണം, എങ്ങനെയെങ്കിലും ഈ കേസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ശ്രീകല അങ്ങ് പറയാണ്ടോ. അപ്പം അവർ ചോദിക്കുന്നുണ്ട്, ശരി, നിങ്ങൾ മോളെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. അവർ സ്ത്രീധനം ചോദിച്ചതിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ? ഇതിനെന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അപ്പോഴത്തേക്കും രണ്ടിടത്ത് നിന്ന് പരിങ്ങ കേട്ടോ. അതിൽ തെളിവായിട്ട് അങ്ങനെ ഒന്നും ഇല്ല. പക്ഷേ എൻ്റെ മോളെ അവർ ഉപദ്രവിച്ചു, അതുകൊണ്ടാണ്. അത് ശരി, നാട്ടുകാർ മുഴുവനും അറിയണം. ഇനിയിപ്പോൾ പോലീസ് ഇതും കൊണ്ട് നേരെ ദേവമംഗലത്ത് വരണമല്ലോ. അപ്പം ഇവരുടെ പേരിൽ പ്രശ്നം വരാനും പാടില്ല. അപ്പം
പോലീസുകാർ ചോദിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും എടുത്ത് ഇവരുടെ ചില ഇടയ്ക്കുള്ള സംസാരവും ഒക്കെ ഇവർക്ക് ചെറിയ സംശയം ഉണ്ടാക്കട്ടോ. അപ്പോൾ അവർ പറയണം നിങ്ങൾ ഈ പറഞ്ഞതിൽ കള്ളമൊന്നും ഇല്ലല്ലേ? ഇല്ല, ഒരിക്കലും കള്ളമില്ല. എൻ്റെ മോളെക്കുറിച്ച് ഞാൻ കള്ളത്തരം പറയോ? ഒന്നുമില്ല. പിന്നെ ഈ പറയുന്ന ദേവിക്ക് മക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അയ്യോ, അവൾക്ക് കുട്ടികളൊന്നുമില്ല. ഉണ്ടായിരുന്നു, അതുപോലും അവരില്ലാതാക്കി കളഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതെ, അവൾ ഗർഭിണിയായിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല. ഉണ്ടായിരുന്ന ഗർഭം അലസിപ്പോയതിന് ശേഷമാണ് ഞങ്ങളെപ്പോലും അവരെ അറിയിച്ചത്. ഓ, അപ്പോൾ രഹസ്യമാക്കി അലസിപ്പിച്ചോന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ, അപ്പം തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ മാഡം? അവനെ കുഞ്ഞിനെ പോലും ഇല്ലാതാക്കി കളഞ്ഞ് അവളെ ചവിട്ടി പുറത്താക്കി കളഞ്ഞാലേ അവന് വേറെ കല്യാണം കഴിക്കാം. അതാണ് കാര്യമെന്ന് ഇപ്പം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണത് മുഴുവനും ഞങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ കഴിയില്ല. ഇതിൽ അന്വേഷണമൊക്കെ വരും. പിന്നെ ഈ എവിടെയാണ് ഏത് ഹോസ്പിറ്റലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നത്, അവിടുത്തെ ഡീറ്റെയിൽസ് എടുക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രൊസീജിയറൊക്കെ ഉണ്ട്. നിങ്ങളിപ്പം എന്തൊക്കെയായാലും ഇതിൻ്റെ കാര്യത്തെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ ദേവിയോട് സംസാരിക്കേണ്ടി വരും. ദേവി എന്തായാലും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇനി ഒരു പക്ഷേ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഇവിടുന്ന് പോലീസുകാർ അങ്ങോട്ട് വന്ന് ചോദ്യം ചെയ്യും. ഇതിപ്പോൾ ഏത് മാനസികാവസ്ഥയിലിരുന്നാലും ചോദ്യം ചെയ്തേ പറ്റുള്ളൂ. പുള്ളിക്കാരിയും ഇത് തന്നെയല്ലേ പറയും. അയ്യോ, അപ്പോഴത്തേക്ക് ആദ്യം ഇവരൊന്ന് പരിങ്ങിയിട്ടോ പരസ്പരം. ദേവി പറയോ ആനന്ദിനെക്കുറിച്ച് മോശമായിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ? ഇല്ലല്ലോ. അപ്പം പോലീസ് CI ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, നിങ്ങൾ എന്താ സംസാരിക്കണം? അയ്യോ ഇല്ല, അല്ലാതെ എൻ്റെ മോക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിലേ മാനസികമായി അവൾ തളർന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അതൊക്കെ കുഴപ്പമില്ല. ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കണമല്ലോ, തെളിവുകൾ വേണമല്ലോ, അതാണ് കാര്യം. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചോദിക്കുന്നത്. ശരി, കുഴപ്പമില്ല, വന്നോളൂ, വന്ന് അന്വേഷിച്ചോളൂ. പിന്നെ ഇതിനിടയ്ക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷനകത്ത് കയറുന്നതിന് മുന്നേ തന്നെ ഉദയഭാനു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അവിടെയുള്ള എല്ലാവരുടെ പേരും വെച്ച് നീ പരാതി കൊടുക്കുമെന്നല്ലേ പറയണേ. പക്ഷേ മീനാക്ഷിയുടെ പേരിൽ പരാതി കൊടുക്കരുത്. മീനാക്ഷി ഇപ്പം വന്ന് നമ്മുടെ മോളെ കാണുകയൊക്കെ ചെയ്തതല്ലേ, അവൾ മാത്രമേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് അവളെ പേരിൽ പരാതി കൊടുക്കരുതെന്ന് പറയാണ് കേട്ടോ. പിന്നെ അകത്ത് കയറി ചെല്ലുമ്പോഴത്തേക്കും ശ്രീകല അതെല്ലാം മറന്നു. അങ്ങനെ ശ്രീകല പറയാം, അവിടെയുള്ള ഒരു ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ല, എല്ലാവരും മോശക്കാരാണ്, എല്ലാവരുടെ പേരിലും എനിക്ക് പരാതി ഉണ്ട്, കേസ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പോഴത്തേക്കും നമ്മൾ ഉദയഭാനും അന്തം വിട്ടു പോയിട്ട് എന്തൊക്കെയാണ് ഇവളീ വിളിച്ച് പറയണത്. ഇടയ്ക്കിടയ്ക്ക് ഉദയഭാനും മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്, ചില കാര്യങ്ങളൊന്നും പറയരുതെന്ന്. കാരണം ഉദയഭാനുവിനെ കൊടുക്കാനുള്ള എല്ലാ തെളിവും ആനന്ദിൻ്റെ കയ്യിലുണ്ട്. എത്ര പറഞ്ഞാലും ഈ ശ്രീകലയ്ക്ക് മനസ്സിലാവണില്ല. കുടുങ്ങുകയാണെങ്കിൽ ആദ്യം കൊടുക്കുന്നത് നമ്മുടെ ഉദയഭാനു തന്നെ ആവുമല്ലോ. അങ്ങനെ ഇവരവിടെ എല്ലാ പരാതിയും പറയാൻ കേട്ടോ. എൻ്റെ മോളെ ദേവമംഗലത്തുള്ള എല്ലാവരും ചേർന്ന് പീഡിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ആനന്ദിന് വേറൊരു പണക്കാരിയായ പെണ്ണിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി എൻ്റെ മോളെ പീഡിപ്പിച്ചതാണെന്നും വയറ്റിൽ കിടന്ന കൊച്ചിനെ ഇല്ലാതാക്കിയത് പോലും അവരാണ്, ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല, ഞങ്ങളെ പിന്നീടാണ് അറിയിച്ചത്. ഞങ്ങൾ പലഹാരങ്ങളെല്ലാം മോക്ക് കൊണ്ടു കൊടുക്കാൻ ചെല്ലുന്ന സമയത്താണ് ഈ പറയുന്നത് കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയെന്ന്. അതിൽ നിന്ന് തന്നെ കള്ളത്തരം മനസ്സിലാക്കി കൂടെ എന്നെല്ലാം തെളിവ് സഹിതം പറഞ്ഞ് CAയോട്. അപ്പോൾ CA പറയാണ്, ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ കേസൊക്കെ അന്വേഷണം തുടങ്ങിക്കൊള്ളാം, ഒരു പരാതി എഴുതി കൊടുക്കണം, പുറത്തുണ്ട് ആൾക്കാർ, അവരോട് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു പരാതി എഴുതി തരും, അങ്ങനെ നമ്മൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ആ കാര്യം ക്ലോസ് ആക്കുക കേട്ടോ. പുറത്തിറങ്ങി വരുന്ന നമ്മുടെ ഉദയഭാനു നല്ല പേടിക്കുന്നുണ്ട്. കാരണം ദേവി കുളമാക്കുന്നുള്ള പേടി നല്ല പോലെ ഉണ്ട്. അത് കഴിഞ്ഞ് കടയിൽ ബാലൻ വിഷമിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് രാമേട്ടൻ വന്ന് പറയാം, എടാ ബാല, നീ ധർമ്മൻ നമ്മൾ വിചാരിക്കും പോലെയല്ല, അവൻ ആൾ പാവാ. എന്ത് പാവം? എടാ, അവൻ്റെ ഏട്ടന്മാരുടെ ചതിയിൽ പെട്ടുപോയതാ, ഞാൻ അവനെ കണ്ടു, സംസാരിച്ചു. അപ്പോഴാണ് നമ്മുടെ ആകാശ് പറഞ്ഞത്, അതൊക്കെ ശരിയായിരിക്കും, എന്നാലും മാമൻ അത് തടസ്സപ്പെടുത്തായിരുന്നല്ലോ. എടാ, അവൻ അറിഞ്ഞില്ല, ഉദ്ഘാടനത്തിൻ്റെ അന്ന് രാവിലെ വരുമ്പോഴാണ് അവന് കാര്യങ്ങൾ അറിയണത്. അതുമാത്രമല്ല, അവൻ്റെ അമ്മയുടെ പേര് തുടങ്ങി കട, അവൻ്റെ അമ്മയുടെ നിർബന്ധം, അമ്മയ്ക്ക് വേണ്ടി അവൻ വഴങ്ങി കൊടുത്തതാ, അല്ലാതെ ഒരിക്കലും അവൻ നമ്മളെ ചതിക്കില്ല. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ സത്യാവസ്ഥ. എന്തായാലും നമുക്ക് പഴയ കച്ചവടങ്ങളൊക്കെ തിരിച്ചു വന്നു തുടങ്ങി. നേരത്തെ സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന കുറച്ച് പേര് ഇവിടുന്ന് മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങിച്ചിരുന്നു. അവരെല്ലാവരും ഇപ്പോൾ വീണ്ടും ഇവിടുന്ന് വാങ്ങാൻ തുടങ്ങിയതിൽ സന്തോഷത്തിലാണ് അവർ. ആ നേരത്താണ് നമ്മുടെ ആനന്ദിൻ്റെ മുഖം ശ്രദ്ധിക്കണം കേട്ടോ. ബാലൻ, എന്താടാ നീ വിഷമിച്ച് നിൽക്കും പോലെ? ഒന്നുമില്ല, ആനന്ദ് വക്കീൽ നോട്ടീസ് അയച്ചല്ലേ, അതിൻ്റെ മറുപടിയൊന്നും വന്നില്ല, അതാണ്. നീ വിഷമിക്കാതെ. ഒന്നുമില്ല, എനിക്കൊരു വിഷമമില്ല അച്ചാന്ന്. അപ്പോഴാണ് ആര്യം വരുന്നത് കേട്ടോ. ആര്യനെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം. ആര്യൻ ഗോമതി സ്റ്റോറിൽ വരില്ലല്ലോ. അങ്ങനെ ഞാൻ വെറുതെ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട്, ആനന്ദേട്ടാ, എനിക്ക് ആനന്ദേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ? ആനന്ദേട്ടൻ നേരത്തെ ജോലി ചെയ്തിരുന്നില്ലേ ആ വീട്ടിൽ, ആ കടയിലെ ഒരു പയ്യനെ ഞാൻ കണ്ടിരുന്നു, അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു, ഇനി വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നൈസായിട്ട് വിളിച്ച് മാറ്റി നിർത്തണം കേട്ടോ അച്ഛൻ്റെ അടുത്ത് നിന്ന്. അപ്പോഴാണ് ആര്യം പറയണത്, ഏട്ടാ, ഞാൻ വേറൊന്നിനുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്,
ഏട്ടൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചു അല്ലേ ഏട്ടത്തിക്ക്? ആ അതെ. എന്തിനാ ഏട്ടാ ഇപ്പം ചാടിക്കയറി അത് ചെയ്തത്? എന്താ കുഴപ്പം? നീ എന്താ പറയുന്നത്? എൻ്റെ തീരുമാനം അതാണ്. എനിക്കിനി അവളോട് യോജിച്ച് പോകാൻ കഴിയില്ല. അതിനേക്കാളും നല്ലത് അത് അവസാനിപ്പിക്കുന്നത് തന്നെയല്ലേ. അപ്പോൾ തന്നെ ഉടനെ ആകാശ് വന്നിട്ട് പറയുന്നുണ്ട്, അതെ ആര്യ, നീ ഇനി ആ സൈഡൊന്നും നിന്ന് സംസാരിക്കണ്ട. ഏട്ടൻ്റെ ഭാഗത്തുനിന്ന് നീ നോക്ക്. പക്ഷേ ഏട്ടൻ ഇത്ര പെട്ടെന്ന് ഇത് അയച്ചത് ഇതായിപ്പോയി, ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യായിരുന്നു എന്ന് എനിക്കും ഉണ്ടായിരുന്നു. എന്നാലും ഏട്ടൻ്റെ അഭിപ്രായത്തോടു കൂടി ഞാൻ യോജിക്കുന്നുണ്ട്. നമ്മളല്ല വിഷമങ്ങളെല്ലാം അനുഭവിച്ചത്, ഏട്ടനല്ലേ ആര്യ. നീ എന്തായി പറയുന്നത്? ഏട്ടാ അങ്ങനെയല്ല, ദേവിയെടുത്തി അത്ര പെട്ടെന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ ദേവിയെടുത്തി എന്ത് തെറ്റാ ചെയ്തത്? ആ ഏട്ടത്തിയുടെ അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്തത്, ചെയ്യിപ്പിച്ചത്. അല്ലാതെ ഏട്ടത്തി ഒരു പാവമല്ലേ? അവളെക്കുറിച്ച് നീ ഒറ്റ അക്ഷരം മിണ്ടരുത്. നിനക്ക് എൻ്റെ സ്വഭാവം അറിയാലോ. ഞാൻ ഒരാളെ വെറുത്ത് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും വെറുക്കും. എനിക്ക് പിന്നെ അവരോട് ഒരു സ്നേഹമോ പരിഗണനയോ ഉണ്ടാവില്ല. അതിന് എൻ്റെ അച്ഛനോ അമ്മയോ ഇനി കൂടെപ്പിറപ്പ് ആരായാലും ശരി തന്നെ. അതാണ് എൻ്റെ സ്വഭാവം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഇതിൽ യാതൊരു മാറ്റവും ഇല്ല. വരുന്ന വഴി ഞാൻ തന്നെ ബാക്കിയെല്ലാം ഡീൽ ചെയ്തോളാം. നിങ്ങൾ ആരും ഒന്നിൽ ഇടപെടണ്ടെന്നും പറഞ്ഞ് കട്ടായം വെക്കും കേട്ടോ നമ്മുടെ ആനന്ദ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്